കുലുക്കല്ലൂർ റെയിൽവേ സ്റ്റേഷൻ ക്രോസിംഗ് സ്റ്റേഷനാകുന്നു. പ്രവൃത്തികൾ അവസാന ഘട്ടത്തിൽ. പുതിയ ക്രോസിംഗ് സ്റ്റേഷനുകൾ വരുന്നതോടെ കൂടുതൽ ട്രെയിനുകൾ പാതയിൽ ഓടാനുള്ള സാധ്യത കൂടിയാണ് തെളിയുന്നത്. ഷൊർണൂർ നിലമ്പൂർ റെയിൽപാതയിൽ കൂടുതൽ ക്രോസിംഗ് സ്റ്റേഷനുകൾ വേണമെന്ന യാത്രക്കാരുടെ ദീർഘകാലമായുള്ള ആവശ്യമാണ് നടപ്പാക്കുന്നത്. കുലുക്കല്ലൂരിൽ ക്രോസിംഗ് സ്റ്റേഷന്റെ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലാണ്. നിലവിൽ ഷൊർണൂർ വിട്ടാൽ 28 കിലോമീറ്റർ അകലെയുള്ള അങ്ങാടിപ്പുറത്തും വീണ്ടും 28 കിലോമീറ്റർ അകലെയുള്ള വാണിയമ്പലത്തും മാത്രമാണ് ക്രോസിംഗ് സൗകര്യമുള്ളത്. പാതയിൽ എന്തെങ്കിലും അപകടമോ മറ്റോ ഉണ്ടായാൽ ഇത് വലിയ പ്രതിസന്ധിക്ക് ഇടവരുത്തിയിരുന്നു. ഇതിന് പരിഹാരമായാണ് കുലുക്കല്ലൂരിലും മേലാറ്റൂരിലും ക്രോസിംഗ് സ്റ്റേഷൻ അനുവദിച്ചത്. 16.15 കോടി രൂപ ചെലവിട്ടാണ് കുലുക്കല്ലൂരിൽ ക്രോസിംഗ് സ്റ്റേഷന്റെ പ്രവൃത്തി പൂർത്തിയാവുന്നത്. 970 മീറ്റർ നീളത്തിൽ രണ്ടാമത്തെ ട്രാക്കിന്റെ പണി ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു. പ്ലാറ്റ്ഫോം, പുതിയ സ്റ്റേഷൻ ഓഫീസ്, സിഗ്നൽ യൂണിറ്റ് എന്നിവയുടെ പ്രവൃത്തിയും പൂർത്തിയായിട്ടുണ്ട്. പുതിയ ജീവനക്കാരെയും ഇവിടേക്ക് നിയമിക്കണം. ഒന്നാമത്തെ ട്രാക്കിൽ നിന്നും രണ്ടാമത്തെ ട്രാക്കുമായി ബന്ധിപ്പിക്കുന്ന കണക്ഷൻ വർക്കാണ് ഇനി ബാക്കിയുള്ളത്. ഇത് പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കാൻ കഴിയുന്നതാണെന്ന് അധികൃതർ പറഞ്ഞു. റെയിൽവേ സുരക്ഷാ വിഭാഗം പരിശോധിച്ച് അനുമതി ലഭിച്ചാൽ മാർച്ച് അവസാനത്തോടെ തന്നെ കമ്മീഷനിംഗ് ഉണ്ടാകുമെന്നാണ് വിവരം. ക്രോസിംഗ് സ്റ്റേഷനാവുന്നതോടെ മുഴുവൻ സമയം പ്രവർത്തിക്കുന്ന ഒരു സ്റ്റേഷനായി കുലുക്കല്ലൂർ മാറും. കൂടുതൽ ട്രെയിനുകൾ പാതയിൽ വരാനുള്ള സാധ്യതയ്ക്കും ഇത് വഴി തുറക്കും. നിലവിൽ ഇവിടെ സ്റ്റോപ്പില്ലാത്ത ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിച്ചു കിട്ടാനും സാധ്യതയുണ്ട്. മാത്രവുമല്ല, 2 ദിശയിലേക്കും കൂടി 5-6 ട്രെയിനുകൾ ഓടിക്കുവാനും സാധിക്കും. 14 പാസഞ്ചർ ട്രെയിനുകൾ ഇതുവഴി ഇപ്പോൾ സർവീസ് നടത്തുന്നുണ്ട്. ഇതിനു പുറമെ അങ്ങാടിപ്പുറം FCI ഗോഡൌണിലേക്കുള്ള ഗുഡ്സ് ട്രെയിനുകളും സർവീസ് നടത്തുന്നു. കുലുക്കല്ലൂരിൽ ക്രോസിംഗ് സ്റ്റേഷന്റെ ഉദ്ഘാടനം കഴിയുന്നതോടെ ട്രെയിനുകളുടെ സമയക്രമത്തിലും മാറ്റം വരാൻ സാധ്യതയുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെർപ്പളശ്ശേരി. ചെറിയ പെരുന്നാളിന്റെ വലിയ സന്തോഷങ്ങൾ ഇമ്മാനുവൽ സിൽക്സിനോടൊപ്പം ആവട്ടെ. ഇമ്മാനുവൽ സിൽക്സ്, എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി, ഓൾസോ അറ്റ് കണ്ണൂർ, കാഞ്ഞങ്ങാട് ആൻഡ് ഇരിട്ടി.